Good morning, sir. Yes, Good morning, sir. Sir. I'm the Good morning, sir. Good Good morning, morning. sir. Good morning, sir. Yes, Aradi, Aisha, good morning. Good morning, sir. Arsu, good morning. Good morning, sir. Jinsi, good morning. Yes. Prayer are including Good morning, sir. Yes, good morning, Sudhi. ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിന്നു ഞങ്ങളെ നാവിതൻ നീ ഭവർത്തിക്കോരാവിതൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം തുറലൊടങ്ങിയാൽ നിന്നിടം പോലുള്ള നിന്നിടാ സ്പന്ദമാകണം അന്നവസ്ത്രാതി മുട്ടാതെ തന്നുരേഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീതൊന്നു തൻ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ ഞങ്ങൾക്ക് സാമുകിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ സായുജ്യം നൽകുമാരനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും പൂർവവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോക്കു നീ അകവും പുറകും തെങ്ങി മഹിവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ജയിക്കുവാനന്ദ ജയ സിന്ധു ജയിക്കുക ആഴമേറും നിന്മകത്ത മാരിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. Yes, Sudhi, very good, very good. Sudhi ചൊല്ലിയപ്പോഴേ ഞാൻ വർഷങ്ങൾക്ക് ബാക്കിലോട്ട് പോയി 35 വർഷങ്ങൾക്ക് മുമ്പ് 35 വർഷങ്ങൾക്ക് മുമ്പ് രാവിലെ തന്നെ ഞാൻ അവിടെ സ്ഥലത്ത് ഒരു കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റ സമയത്ത് ചേന്നോതല ഭാഗത്തോടെ ഇങ്ങനെ വരുമ്പോ അവിടെ മുട്ടി അമ്പലങ്ങളുണ്ട്. കൃഷ്ണന്റെ അമ്പലം, ഭഗവതിയുടെ അമ്പലം, ശിവന്റെ അമ്പലം, പിന്നെ അയ്യപ്പൻ. അപ്പോ അവിടുന്ന് കേൾക്കുന്ന പാട്ടില്ലേ, ആ പാട്ടിന്റെ ഓർമ്മകളായിരുന്നു ഇപ്പൊ സുഖി വായിച്ചത്. യെസ്, ഓക്കെ, വെരി ഗുഡ്. യെസ്, then thought of the day. Sir, good morning. Yes, good morning. Today, November 11th, 2025. Only a few days are remaining to end up 2025. Yes. So today's thought of the day is, every day is a new beginning. Take a deep breath, smile, and start again. Thank you. Have a nice day. Very good thought, Jira. Every day is a new beginning. Yes. അപ്പൊ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ രാവിലത്തേക്ക് 5 മണിക്ക് നമ്മൾ അലാറം വെക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നുള്ളൊരു പ്രതീക്ഷയാണ് അല്ലേ? യെസ്, അപ്പൊ സോ വി ക്യാൻ സേ എവറി ഡേ ഈസ് എ ന്യൂ ബിഗിനിങ്. ഓക്കെ ജീന, ദെൻ സൈനിങ് ഓൺ. സർ, ഫൈനലായിട്ടൊരു കഥ പറയാണ്. ഒരിക്കൽ ഒരു രാജാവ് തന്റെ ബുദ്ധിമാനായ ഉപദേഷ്ടാവിനോട് ഒരു ചോദ്യം ചോദിച്ചു. സന്തോഷകരമായ ജീവിതത്തിനുള്ള രഹസ്യം എന്താണ്? ഉപദേഷ്ടാവ് പറഞ്ഞു, മഹാരാജാവേ, ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനും അയാളുടെ 2 ആൺമക്കളും ഉണ്ടായിരുന്നു. വൃദ്ധനായ കൃഷിക്കാരൻ തന്റെ കൃഷികളും നിലവുമെല്ലാം 2 മക്കളെയും ഏൽപ്പിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു. മക്കൾ ഇരുവരും തങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ജോലി ഭംഗിയായി നിറവേറ്റണമെന്ന് ആഗ്രഹിക്കുകയും കൃഷി ചെയ്യുവാൻ ആരംഭിക്കുകയും ചെയ്തു. മൂത്ത മകൻ പറഞ്ഞു, കൃഷി നല്ല വിളവ് നൽകണമെങ്കിൽ സൂര്യപ്രകാശം കൂടിയേ തീരും. അതുകൊണ്ട് നമുക്ക് നല്ല സൂര്യപ്രകാശം ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ കൃഷികളെല്ലാം തന്നെ പെട്ടെന്ന് വാടിക്കരിഞ്ഞുപോയി. അപ്പോൾ ഇളയ മകൻ പറഞ്ഞു,
വെള്ളം ലഭിക്കാത്തത് കൊണ്ടാണ് കൃഷി നശിച്ചതെന്ന് തോന്നുന്നു. ഇനി നമുക്ക് മഴയ്ക്ക് മാത്രമായി പ്രാർത്ഥിക്കാം. അങ്ങനെയും സംഭവിച്ചു. പക്ഷെ നിലം മുഴുവൻ വെള്ളത്തിലായി. വീണ്ടും കൃഷി നശിച്ചു. അവരിരുവരും ആശയക്കുഴപ്പത്തിലായി. അവർ തങ്ങളുടെ പിതാവിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. പിതാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിന് ഏതെങ്കിലും ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ചു? കൃഷിയിൽ നല്ല വിളവ് ലഭിക്കുവാൻ സൂര്യപ്രകാശവും വെള്ളവും ഒരുപോലെ ആവശ്യമാണ്. എന്തെങ്കിലും ഒന്ന് അളവിൽ കൂടുതൽ ലഭിക്കുന്നതിനേക്കാൾ എല്ലാം കൃത്യമായ അളവിൽ ചേരുമ്പോഴാണ് നല്ല ഫലം ലഭിക്കുക. കഥ പറഞ്ഞ് അവസാനിച്ചതോടെ രാജാവിന് കാര്യം മനസ്സിലായി. ജീവിതത്തിലെ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതിലൂടെയല്ല, മറിച്ച് അതിന്റെ സമ്മിശ്രതകളെ സ്വീകരിക്കുന്നതിലൂടെയാണ് സന്തോഷം ഉണ്ടാകുന്നതെന്ന്. ഗുഡ് മോർണിംഗ്. അഞ്ജുവിന്റെ സൗണ്ട് കുഴപ്പമില്ല, നല്ല അടിപൊളി സൗണ്ടാണ്. അഞ്ജുവിന് വേണമെങ്കിൽ അഞ്ജുവിന് എന്താ പറയാ ഡബിങ് ആയിട്ട് പോവാം. മോഡുലേഷൻ ഒക്കെ ഒന്നുകൂടെ ഒക്കെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ കറക്റ്റ് മോഡുലേഷൻ കിട്ടും. അപ്പൊ ഇതിന്റെ അകത്ത് അഞ്ജു പറഞ്ഞു എന്താണ് സന്തോഷവാനായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. ഒരു ഇംഗ്ലീഷിൽ ഒരു കവിതയുണ്ട്, എൻചാന്റഡ് ഷത്ത് എന്നാണ് ആ കവിതയുടെ പേര്. അതിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? അതിന്റെ അകത്ത് പറയുന്ന കഥ, ഇതിന്റെ അകത്ത് പറയുന്ന സ്റ്റോറി ഇപ്പൊ അഞ്ജു പറഞ്ഞ അതേ കഥയാണ്. ഞാൻ എന്റെ ചുരുക്കൊന്ന് പറയാം, എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉപകാരത്തിൽ കൊള്ളണമെങ്കിൽ അത് കൊള്ളിച്ചോളൂ. അതായത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് ഒരു ചിന്തയാണ്, എനിക്ക് രോഗമാണ്. പുള്ളി ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല. പുള്ളിക്കുള്ള ചിന്ത എപ്പോഴും ഇതാണ്, രോഗം. പുള്ളിക്കൊരു രോഗമില്ല, പക്ഷെ ഹീസ് ഓൾവേസ് തിങ്കിങ് ദാറ്റ് ഹീസ് സിക്ക്. അപ്പൊ പുള്ളി അവിടെയുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തും, വിശ്വങ്കരന്മാരെ വിളിച്ചു വരുത്തി പരിശോധിച്ചു. ആദ്യമൊക്കെ വിശ്വങ്കരന്മാര് എന്ത് പറയുന്നു, ചില രോഗമില്ലാതെ പറയുമ്പോൾ അവരുടെ തലവെട്ടിക്കളായി, രാജാവല്ലേ. പിന്നെ രോഗമുണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ ഇവർക്ക് ആർക്കും ഇതിനൊരു പ്രതിവിധി പറയാൻ പറ്റണില്ല. അങ്ങനെ നാളുകൾ കുറെ കഴിഞ്ഞുപോയി. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള ഒരു വിശ്വങ്കരൻ അവിടെ വരുന്നത്. അദ്ദേഹം വന്ന് ഡോക്ടറെ പരിശോധിച്ചു. ഡോക്ടറെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം രാജാവിനെ പരിശോധിച്ചു. ഡോക്ടറല്ല, രാജാവിനെ പരിശോധിച്ചു. രാജാവിനെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, രാജാവേ, നിങ്ങൾക്ക് കരച്ചിലായ രോഗമുണ്ട്, ഇത് മാറണമെങ്കിൽ ഒരു ഹാപ്പി മാൻ, അങ്ങയുടെ സാമ്രാജ്യത്തിന്റെ പരിധിയിനുള്ളിലുള്ള ഒരു സന്തോഷവാനായ ഒരു മനുഷ്യനെ കണ്ടുപിടിക്കുക, അദ്ദേഹത്തിന്റെ ഷർട്ട് ഇട്ടിട്ട് ഒരു ദിവസം ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം, ഈ രോഗത്തിന് മാറുമെന്ന് പറയുന്നു. അപ്പൊ അത് കഴിയുമ്പോ രാജാവ് എന്നെ ഓർഡർ ഇട്ടു. ഭടന്മാരോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എന്റെ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് സന്തോഷവാനായ ഒരു ഷർട്ട് വാങ്ങിച്ചു കൊണ്ടുവരാൻ, അദ്ദേഹം ഉപയോഗിക്കുന്ന ഷർട്ടായിരിക്കണം, വാങ്ങിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. അപ്പൊ രാജസേവകരും ഭടന്മാരും പല വഴിയിലൂടെ പോവുകയാണ്. പക്ഷെ അവർക്ക് ആർക്കും സന്തോഷവാനായ മനുഷ്യനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇവരിങ്ങനെ പോകുമ്പോൾ ഇവര് കാണുന്ന പല കാഴ്ചകൾ ഇവര് കാണുന്നു. അപ്പൊ അതില് ഒരാള് നോക്കിക്കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് സന്തോഷിക്കണം. അപ്പോ അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ സന്തോഷിക്കുന്നത്, നിങ്ങൾ എന്താ ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഈ സന്തോഷം കൊണ്ടാണ് ചിരിക്കുന്നത്. എന്താണ്? എന്റെ ഭാര്യ മരിച്ചുപോയി. അപ്പൊ അടുത്ത് വേറൊരാളുണ്ട്, അയാളൊന്ന് കരയാണ്. അപ്പൊ അയാളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്താ കരയുന്നത്? എന്റെ ഭാര്യ മരിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഇവർ കണ്ടുമുട്ടും. പക്ഷെ ആരും ദേ ആർ നോട്ട് പെർഫെക്റ്റ്ലി ഹാപ്പി. അങ്ങനെ ഇവര് പല ദിവസങ്ങൾ അന്വേഷണത്തിനൊടുവിൽ ഇവരൊരു കുന്നിച്ചെരുവിൽ നിൽക്കുമ്പോൾ അവിടെ ഇവരൊരു ബെഗ്ഗറെ കാണുകയാണ്, ഒരു യാചകനെ കാണുകയാണ്. ഈ യാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി തുള്ളി തിമിർത്ത് നിലത്തൊക്കെ ഉരുണ്ട് ചിരിച്ച് അങ്ങനെ വളരെ ഹാപ്പി മൂഡിലാണ് പുള്ളിനെ കാണുന്നത്. അപ്പൊ ഈ ഭടന്മാര് പരസ്പരം പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ ഇദ്ദേഹമാണ്. അപ്പൊ ഇവര് കുറച്ചു നേരം ഈ ബെഗ്ഗറെ ഒബ്സർവ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവര് ഈ ബെഗ്ഗറിന്റെ അടുത്തിട്ട് വന്നിട്ട് പറയണം, ആർ യു ദ ഹാപ്പി മാൻ? അപ്പൊ അദ്ദേഹം, യെസ് ഐ ആം ദ ഹാപ്പി മാൻ. ആർ യു ദ ഹാപ്പി മാൻ? യെസ് ഐ ആം ദ ഹാപ്പി മാൻ. ഞാൻ സന്തോഷവാനാണ്. ഈ ബെഗ്ഗർ, യാചകൻ. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇവരുടെ ആഗമന ഉദ്ദേശം പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ഷർട്ട് ഒന്ന് വേണം, ഒരു ദിവസത്തേക്ക് മതി. അങ്ങനെ തന്നാൽ നിങ്ങൾക്ക് നല്ല പ്രതിഫലം കിട്ടും. അതുകൊണ്ട്
ഒരു സന്തോഷവാനായ മനുഷ്യന്റെ ഷർട്ട് അന്വേഷിച്ച് നടന്നതാണ്. ഷർട്ട് വേണമെന്ന് ബെഗറോട് പറയാം. അപ്പൊ ബെഗർക്ക് ഭയങ്കര സന്തോഷം. പുള്ളി നേരത്തെ 2 പ്രാവശ്യമാണ് ഡൈവ് ചെയ്ത് ചാടിയെങ്കിൽ ഇപ്പൊ 4 പ്രാവശ്യം ചാടുകയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷം. അപ്പൊ ബടമാൻ നിങ്ങൾ ഇത്രയും തുള്ളി ചാടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ എവിടെ ഷർട്ട്? അപ്പൊ ഇയാൾ പറയുന്നത് ഐ ഹാവ് നോ ഷർട്ട്, എനിക്ക് ഷർട്ട് ഇല്ല. യെസ്, ഐ ആം എ ബെഗർ, ഐ ഹാവ് നോ ഷർട്ട്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെന്ന് രാജാവിനോട് ചെന്ന് ഇൻഫോം ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യവും അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ രാജാവിന് തോന്നി എന്റെ രാജ്യത്തില് ദേ ആർ നോട്ട് ഹാപ്പി, ആരും സന്തോഷവാന്മാരല്ല. അവര് സന്തോഷവാന്മാരല്ലെങ്കിൽ അവർ സന്തോഷവാന്മാരല്ലാത്തതിന്റെ കാരണം ഞാനാണ് എന്നൊരു തിരിച്ചറിവ് രാജാവിന് വന്നു. അങ്ങനെ അദ്ദേഹം സ്വയം കൽപ്പിച്ചിരുന്ന ആ രോഗത്തിൽ നിന്ന് അദ്ദേഹം മാറി വന്നു എന്നാണ് ആ കഥ. ദി എൻചാന്റഡ് ഷർട്ട് എന്നാണ്, ദ ഹാപ്പി മാൻ ഷർട്ട് എന്നാണ് ആ കഥയുടെ പേര്. ഓക്കെ, അപ്പോ 5 പറഞ്ഞപ്പോ ഞാനത് ഓർത്തു പോയതാണ്. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഏതാണ്ട് 2 കഥയായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. നമ്മളിപ്പോ പല സിനിമകളൊക്കെ കാണുമ്പോഴേ അതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് നോവലില് കഥയില് അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുള്ള സംഭവമായിരിക്കും. ഇപ്പൊ നമുക്ക് ലൂസി ഗ്രേ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് കണ്ടില്ല? ലൂസി ഗ്രേ, ഇതിവിടെ ഇതൊരു ഇംഗ്ലീഷ് കവിത. ആ ലൂസി ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുട്ടിയായിരുന്നു. അപ്പൊ അവള് വീട്ടില് കാടിന്റെ പ്രദേശത്താണ് നിൽക്കുന്നത്. അപ്പോ വൈകുന്നേരമായി, മഴ പെയ്യാൻ പോകുന്നു. അപ്പോ ചെറിയ കുട്ടിയോട് കവിതയുണ്ട്, അച്ഛനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് അമ്മ പറയുകയാണ്. അപ്പൊ ഇവള് അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇരുട്ടാവുന്നതിന്റെ പേരിൽ ഒരു വിളക്കും എടുത്തുകൊണ്ട് അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ വീട്ടിൽ തിരിച്ചെത്തി. പക്ഷേ ഈ കുട്ടി വന്നിട്ടില്ല, ലൂസി ഗ്രേ വന്നിട്ടില്ല. അപ്പൊ ലൂസി ഗ്രേ വരാതിരുന്ന് കഴിയുമ്പോ അച്ഛനും അമ്മയും കൂടി വിഷമിച്ചു. അവര് അയൽവാസികളെല്ലാവരും വിളിച്ചു, പല സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിച്ചു പോവുകയാണ്. അപ്പൊ എവിടെയോ ചെറിയ ചെറിയ കാൽപാദങ്ങൾ കാണും. ആ മഴയത്ത് ചെറിയ സ്ഥലത്ത് ആദ്യം നനഞ്ഞു കിടക്കുന്ന ആ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കാൽപാദങ്ങൾ കാണുക. അപ്പൊ അങ്ങനെ അവർ ഈ കാൽപാദത്തിന്റെ പുറകിലൂടെ പോയി ആ കാൽപാദം വലിയ ഒരു നദിയുടെ അല്ലെങ്കിൽ ഒരു പുഴയുടെ സമീപത്തെത്തി. അവിടെ ഒരു ഈ അറ്റത്തു നിന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു തടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവർ നോക്കുമ്പോൾ ആ കാൽപാദത്തിന്റെ അടയാളം ആ തടിയിൽ കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ നദിയിൽ കിടന്നാണ് അവൾക്ക് അച്ഛനെ വിളിക്കാൻ പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അവര് ആ തടിയുടെ മുകളിലൂടെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് പകുതി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ കാൽപാദം കാണുന്നില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി നല്ല മഴയത്ത് ഒരുപക്ഷെ അവർ നടന്ന് വന്നപ്പോ ഈ പകുതി എത്തിക്കഴിഞ്ഞപ്പോ അവർക്ക് കാല് തെറ്റി കാണാം. അവളൊരു പക്ഷെ താഴെ വെള്ളത്തിലേക്ക് വീണ് കാണാം. അതുകൊണ്ട് അങ്ങനെ ഈ താഴെ വലിയ പുഴയാണ്, നമ്മൾ വീട് കാണാം. ചെറിയ കുട്ടിയല്ലേ, അങ്ങനെ അവൾ മരിച്ചു പോയി കാണാം എന്നുള്ളത് തീർച്ചയാണ്. കവിത അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, ലൂസി ഗ്രേനെ പലപ്പോഴും പല ആളുകളും അതിനുശേഷം കണ്ടിട്ടുണ്ട്. ഒരു കുട്ടി വിളക്കുമായിട്ട് അസമയങ്ങളിൽ അതിലേ പോകുന്നത് പലരും കണ്ടിട്ടുണ്ട്. ആരെങ്കിലും വഴിതെറ്റി എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ലൂസി ഗ്രേ അവിടെ വരും. എന്നിട്ട് ചോദിക്കും എവിടെയാ പോകേണ്ടത്, എന്നിട്ട് അവൾ കൊണ്ടുപോയി ആക്കാറുണ്ട്. പിന്നെ മലയാളത്തിൽ സിനിമയുടെ പേര് ഞാൻ പോയി സിനിമയിൽ സാധനം വന്നിട്ടുണ്ട്. യെസ്, അപ്പൊ അങ്ങനെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ അപ്പൊ നിങ്ങളൊക്കെ വായിക്കണം. പഠിക്കണ പുസ്തകമല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ഒരു പേജെങ്കിലും വായിക്കണം. അന്നേരം നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഒരു തൊഴിലുണ്ടാവും. ഈ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കുക, ഒരു പേജ് അതിൽ ഞാൻ പറഞ്ഞു, ഒരു പേജ് വായിച്ചാൽ നിങ്ങൾ ടീച്ചറാവേണ്ട ആൾക്കാരാണ്. യെസ്, അപ്പോ അത് നിങ്ങളിൽ നടത്തുന്ന വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. യെസ്, അപ്പൊ പിന്നെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ജസ്റ്റ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന മാതാപിതാക്കൾ, നമ്മുടെ കുട്ടികളുടെ മാതാപിതാക്കൾ, ടീച്ചറെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഇല്ല, ടീച്ചറിനെ അതിനെ കുറിച്ച് അറിയാം. നമ്മൾ അപ്പൊ ചോദിച്ചു, അപ്പോൾ ടീച്ചർ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. യെസ്, അപ്പോ അത് നിങ്ങളിലേക്ക് മേക്ക് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. യെസ്, അപ്പൊ നിങ്ങൾ അങ്ങനെ റോഡിലൂടെ അങ്ങനെ നല്ല സാരിയൊക്കെ ചുറ്റി നേഴ്സറി സ്കൂളിലേക്ക് പോകുമ്പോൾ ആളുകൾ അവിടെ നടക്കുമ്പോഴോ ഒരു എൻസൈക്ലോപീഡിയാണ് പോകുന്നത്. യെസ്, അങ്ങനെ പറയണം. എന്ത് പറയണം ഐഷ, അങ്ങനെ പറയണ്ടേ? യെസ്, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, പഠിക്കുന്ന പുസ്തകങ്ങൾ അത് എന്തായിക്കോട്ടെ, ഇന്നത് ഞാൻ പറയട്ടെ, എന്തെങ്കിലും ഒരു സംഗതി ഒരു പേജ് ഒരു ദിവസം വായിക്കും. നിങ്ങൾ അത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ
നിങ്ങളുടെ കിടപ്പുമുറിയിലോ എവിടെയെങ്കിലും വെച്ചാൽ ഒരു ദിവസം ഒരു പേജ് വായിക്കേണ്ട 5 മിനിറ്റ് ഒക്കെ പോലെ അത് മതി. അത് അങ്ങനെ അതൊരു ശീലമാക്കി എടുക്കുക. യെസ്. അപ്പൊ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചു. യെസ്. ഇത് തന്നെയായിരിക്കണം നിങ്ങൾ ടീച്ചറാകുമ്പോൾ മറ്റുള്ളവർ പഠിക്കുന്ന പുസ്തകം കൂടാതെ ഈ വേറെ ഏതെങ്കിലും ഒരു സംഗതി ഒരു പേജെങ്കിലും വായിക്കാനായിട്ട് പറയാം. അപ്പൊ നിങ്ങൾ ടീച്ചറാകുമ്പോൾ അങ്ങനെ പറയില്ലേ? യെസ്. അപ്പോ സബിത ജിൻസി ഒക്കെ പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്. ആർസും പറഞ്ഞിട്ടുണ്ട്, ഐഷയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. യെസ്. അപ്പൊ നമ്മളിവിടെ ഇത് നമ്മൾ വേറൊരു പരിപാടിയിലോട്ട് കിടക്കുകയാണ്. ഇന്നിപ്പോ ടീച്ചർ മറ്റേ നമ്മുടെ ഡിസ്ട്രിക്ട് ടീച്ചറിന്റെ വീട്ടിലുള്ളവർക്ക് വയ്യാരികൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. യെസ്. അപ്പൊ അഞ്ജു ജയ്സ്. ഓക്കെ. നമ്മള് പുതിയൊരു യൂണിറ്റ് നമ്പർ 8 ആന്റിബയോട്ടിക് എന്നുള്ളത് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ അത് ആരംഭിക്കുന്നതിന് മുമ്പ് എന്തൊരു കാര്യം അഞ്ജു മ്യൂട്ട് ചെയ്തോ, കേട്ടിട്ട് ആദ്യം പറയാം. യെസ്. അപ്പൊ അഞ്ജുവിന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് SSLCക്ക് ഫുൾ A+ കിട്ടി. സിറ്റുവേഷൻ മാത്രമേ പറയുന്നുള്ളൂ. യുവർ ഡോട്ടർ ഓർ യുവർ സൺ ഗോട്ട് ഫുൾ A+ ഇൻ SSLC എക്സാമിനേഷൻ. SSLC എക്സാമിനേഷനിൽ ഫുൾ A+ കിട്ടി. അപ്പൊ അഞ്ജു അത് പ്രതീക്ഷിച്ചിട്ടില്ല. ഫുൾ A+ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ പുത്രൻ ഇടക്ക് വന്ന് അഞ്ജുവിനോട് പറയുമായിരുന്നു, അത് ഞാൻ പഠിക്കുന്നുണ്ടപ്പോ പറയുന്നത്. പക്ഷെ അവൻ ഫുൾ A+ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ അഞ്ജുവിന് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അയൽവാസികളോടൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അഞ്ജു വിചാരിക്കുന്നത് ഒരു ചെറിയൊരു ഫംഗ്ഷൻ വെക്കാം. പുത്രനെയും കൂടി അവന്റെയും കൂടി ഇഷ്ടം അവന്റെ കൂട്ടുകാരെ കൂടെയൊക്കെ വിളിച്ചിട്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ വെക്കാൻ അഞ്ജു തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഫിക്സ് ചെയ്തു. ആ ഫംഗ്ഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അഞ്ജുവിന്റെ കൂട്ടുകാരിയെ ക്ഷണിക്കുന്നത് ബൈ ലെറ്ററാണ്, എഴുത്തിലൂടെ ക്ഷണിക്കുക. നമ്മൾ ഈ കാര്യം പറയുന്നു. അഞ്ജുവിന് വേണമെങ്കിൽ കൂട്ടുകാരി ഇഷ്ടമുള്ള പേര് വേണമെങ്കിലും വിളിക്കാം. സബിത ഇഷ്ടമുള്ള പേര് വിളിക്കാം, മൈ ഡിയർ സബിത. അത് ഫസ്റ്റ് വാചകം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രിയപ്പെട്ട സബിതയ്ക്ക്. എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള മാറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാത്തും ചേർത്തു. ഞാൻ അത് നിങ്ങളുടെ കയ്യിലേക്ക് വിട്ടുതരുന്നു. യെസ്. അഞ്ജുവിനോട് മാത്രമായിട്ട് പറയുന്നത് എല്ലാവരോടും കൂടിയാണ്. നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ SSLC പരീക്ഷ പാസ്സായി സന്തോഷത്തിൽ നിങ്ങൾ ഒരു ഫംഗ്ഷൻ നടത്തുന്നു. ആ ഫംഗ്ഷൻ നടത്തുമ്പോൾ അതിന് നിങ്ങളുടെ ഒരു ചങ്ക് ഫ്രണ്ടിനെ ബൈ ലെറ്റർ വഴി നിങ്ങൾ ക്ഷണിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു കത്ത് എഴുതും. ആൻഡ് ദിസ് ഈസ് എ ഫ്രണ്ട്ലി ലെറ്റർ. യെസ്. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് ജയ്മോൾക്ക് വേറൊരു ദൗത്യം കൊടുത്തു തരികയാണ്. അതായത് ഓരോരുത്തരും അവതരിപ്പിക്കുമല്ലോ. അപ്പൊ ഒബ്സർവ് ചെയ്തോളൂ. കുറച്ചുകൂടി നല്ല രസകരമായിട്ട് അവതരിപ്പിച്ച കണ്ടന്റ് ഉള്ളത് ഒരാളിൽ നിന്ന് എനിക്ക് ഇഷ്ടംപോലെ എന്റെ മനസ്സിലുണ്ട്, ഞാനത് പറഞ്ഞ് നിങ്ങളത് പിടിക്കും. അപ്പൊ പിന്നെ അത് ആ ട്രാക്കിലൂടെ പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാകും. നിങ്ങൾക്ക് വിട്ടു തന്നേക്കാണ്, ചരട് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫംഗ്ഷൻ നടത്താം, ഇഷ്ടമുള്ള സ്ഥലത്ത് നടത്താം. അതിനകത്ത് അതൊക്കെ നിങ്ങളുടെ ഭാവനയാണ്. യെസ്. ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാവന ശക്തി ഉള്ളവരായിരിക്കും. നല്ല ഭാവനാശക്തി. നമ്മളെപ്പോഴും ഈ സംഭവിച്ചതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആ രീതി ഞാൻ അഞ്ജുവിനെ ആലോചിക്കാൻ സമയം തരേണ്ട ആ രീതിയിൽ ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റും. യെസ്. എപ്പോഴും പോയിട്ടുള്ള വഴികളിലൂടെ പോകണ്ട, അതൊന്നും മാറ്റി പിടിച്ചിട്ട് ഒരു വെറൈറ്റി പിടിക്കാൻ നോക്കുക. അവിടെയാണ് നിങ്ങളുടെ സ്കൂളിൽ ധാരാളം ടീച്ചർ ഉണ്ടെങ്കിൽ അതിലൊരു ടീച്ചറല്ല, അത് സെപ്പറേറ്റ് ആയിട്ട് പോകും. അതായത് ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അനസൂയയും പ്രിയംവതയും ദുഷ്യന്തോട് ചോദിച്ച ചോദ്യം, അല്ലയോ രാജാവേ, അങ്ങേക്ക് ധാരാളം ഭാര്യമാരുണ്ടാവും, പക്ഷെ ആ കൂട്ടത്തിൽ ഒരു ഭാര്യയായിട്ട് ഞങ്ങളുടെ ശകുന്തളയെ കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങ് ശകുന്തളയെ സ്നേഹിക്കേണ്ട. ശകുന്തളയെ പട്ടമഹർഷി ആക്കുമെങ്കിലും മാത്രം സ്നേഹിച്ചാൽ മതി എന്ന് പറയുന്നു. യെസ്. അപ്പോ എന്ന് പറഞ്ഞ പോലെ ധാരാളം ടീച്ചർമാരുണ്ടാവും നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ. പക്ഷെ അതിൻ്റെ അകത്ത് എന്റേത് ഡിഫറൻ്റ് ആയ 2-3 പേരുണ്ടാകും. അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. നിങ്ങൾ SSLCക്ക് പഠിക്കുമ്പോൾ, നിങ്ങൾ LP സ്കൂളിൽ പഠിക്കുമ്പോൾ, UP സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ധാരാളം ടീച്ചർമാരുണ്ട്. അവരാരും നിങ്ങളുടെ ഹൃദയത്തിലില്ല. പക്ഷെ അത് 1-2 പേര് നിങ്ങൾ ഉണ്ടാവും. റൈറ്റ്? 1-2 പേര് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, ഇല്ലേ?
ഉണ്ട് അല്ലേ? ആ 1-2 പേര് നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ വരുമ്പോൾ ആ 1-2 പേരിൽ ഒരാൾ നിങ്ങളായിരിക്കണം. യെസ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ ഇട്ട് തന്ന ഈ ഭാവന നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക. എല്ലാവരും എഴുത്തിന്റെ തിരക്കിലാന്ന് എനിക്കറിയാം. ഇതിപ്പോ എങ്ങനെയെങ്കിലും കടമ്പകട അതൊക്കെ നിങ്ങൾ മുഴുവൻ എഴുതണം. പോയിന്റ് ബേസിൽ മാത്രം എഴുതിയാൽ മതി. ഇന്ന പോയിന്റ് ബാക്കി നമുക്ക് അങ്ങനെ തകർക്കാൻ. യെസ്. അപ്പൊ ഇതും ഒരു പരിശീലനമാണ്. കാരണം നിങ്ങളോട് പറയുന്നു മുഖ്യാതിഥി വന്നിട്ടില്ല, അതുകൊണ്ട് ഫാത്തിമ കയറി ഒന്ന് പ്രസംഗിച്ചു. അത് മുഖ്യാതിഥി വരുന്ന പിടിച്ചിട്ടുണ്ടാകുന്നു. കയ്യിലൊന്നുമില്ലാണ്ട് അങ്ങനെ കയറുന്നത്. യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പോയിന്റുകൾ മാത്രം ആലോചിച്ച് വെക്കും. ഇടയ്ക്ക് നമ്മൾ റോഡിലേക്ക് നോക്കും, മെയിൻ ഗസ്റ്റ് വന്നിട്ടുണ്ടോ, പുള്ളിയുടെ വാഹനം വന്നിട്ടുണ്ടോ നമ്മൾ നോക്കും. അതുവരെ നമുക്ക് പിടിച്ച് ഒപ്പിക്കാൻ വേണം. ആളുകൾക്ക് ബോർ അടിക്കുകയും ചെയ്യരുത്. ആ രീതിയിൽ നമ്മൾ അവിടെ ഒപ്പിച്ചെടുക്കില്ല. യെസ്. അതും ഒരു ടെക്നിക്കാണ്. യെസ്. അഞ്ജു, ആർ യു റെഡി? ഒന്ന് ആലോചിച്ചോട്ടെ. ആലോചിച്ചു. അഞ്ജു കോൺഫിഡന്റ് അഞ്ജുവിന് ചെയ്യാൻ പറ്റുന്നു. അഞ്ജു ഒന്ന് ആലോചിക്കാൻ സമയം കൊടുക്കാൻ പറ്റും. അപ്പൊ ഓക്കെ, ആലോചിച്ചോളൂ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഡോണ്ട് വറി, യു ടേക്ക് യുവർ ഓൺ ടൈം. അപ്പൊ അഞ്ജുവിനെ പറ്റി കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അഞ്ജു ഷീസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സ്പീക്ക്. ആദ്യം സംസാരിക്കുന്ന അഞ്ജുവിനെ. അപ്പൊ അഞ്ജുവിന് അല്പം കുറവ് വന്നു കഴിഞ്ഞാലും നമുക്കത് ക്ഷമിക്കേണ്ടി വരും. യെസ്. ബാക്കിയുള്ളവർക്ക് അഞ്ജു സംസാരിക്കുന്ന സമയം കൂടി കിട്ടിയാണ്. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? നിങ്ങളുടെ മകന് നിങ്ങൾക്ക് എഴുതാം, മൈ ഡിയർ സബിത, ദിസ് ലെറ്റർ ഈസ് ആൻ ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറയാം. നിങ്ങൾ വിളിക്കുന്ന നിങ്ങളുടെ ചങ്ക് ഫ്രണ്ടിനാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉൾപ്പെടുത്താം കേട്ടോ. അങ്ങനെ ഞാൻ പറയും, യു ആർ ഇൻവൈറ്റിംഗ് യുവർ ചങ്ക് ഫ്രണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. യെസ്. അപ്പൊ ആരൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും? പഴയകാല ഓർമ്മകൾ വേണമെങ്കിൽ പറയാം, എന്ത് വേണമെങ്കിലും പറയാം. എന്നിട്ട് പറയാം, 3-ാം തീയതിയാണ് പരിപാടി, വരണം എന്ന് പറയാം. യെസ്. അപ്പോ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തരും അവരവരുടെ പോയിന്റുകൾ രേഖപ്പെടുത്തുക. യെസ്. അപ്പോ 5 കഴിയുമ്പോൾ ആർക്കെങ്കിലും പറയണ്ട, ഞാൻ പറയാന്നുള്ളത്. അപ്പൊ അത് മെച്ചമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും പറയുന്നതിന് മുമ്പ് നമുക്ക് പറയാം. അതല്ലെങ്കിൽ നമ്മുടെ പോയിന്റും കൂടി വേറെ വല്ലവരും അടിച്ചിട്ട് പോകണമെന്ന് നോക്കി നിൽക്കേണ്ടി വരും. എല്ലാവരും നമ്മുടെ പോയിന്റായിട്ട് വേറെ ആൾക്കാർ പോകും. യെസ്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് കണ്ടുപിടിക്കേണ്ടി വരും. യെസ്. അപ്പൊ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പറയാം. നെക്സ്റ്റ് ഞാൻ എന്ന് പറയാം. ഇനി അതല്ല, അഞ്ജുവിനേക്കാൾ മുമ്പ് പറയാൻ റെഡി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും പറയാം. Good morning, sir. Yes, ജിൻസി, ആർ യു റെഡി? Yes, sir. യെസ്. ഓക്കെ ജിൻസി, ഞാൻ പറയാം. ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ജിൻസിനെ അഭിനന്ദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെരി ഗുഡ്. കാരണം ആദ്യം പറയാനായിട്ടൊരു ധൈര്യം കാണിച്ചിട്ട്, പറയുന്നതിന് ശരിയോ തെറ്റോ നോക്കണം. നിങ്ങളെ ധൈര്യം കാണിക്കുക. തെറ്റായിക്കോട്ടെ, നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മത്സരത്തിൽ നിൽക്കുകയാണ്. 4 പേര് ഓടാൻ നിൽക്കുകയാണ്. 4 പേരും കൃഷ്ണ ഭക്തന്മാരാന്ന് വിചാരിക്കും. 4 പേര് ഓടാൻ നിൽക്കുക. ഇതിൽ ഒരാൾ ഫസ്റ്റ്, അടുത്ത സെക്കൻഡ് കിട്ടുള്ളൂ. 4 പേര് ഓടാൻ നിൽക്കുകയാണ്. 4 പേരും കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഭഗവാനെ കൃഷ്ണ, ഫസ്റ്റ് അടിപ്പിച്ചേക്കണേ, ഫസ്റ്റ് കിട്ടിയേക്കണേ എന്ന് പറയണം. കൃഷ്ണ ആരുടെ കൂടെ നിൽക്കും? 4 പേര് കൃഷ്ണ ഭക്തന്മാരാണ്. 4 പേരും ഈക്വലാണ്. പുള്ളി അപ്പൊ എന്ത് ചെയ്യും? കണ്ണടക്കും. അതിലൂടെ നിങ്ങൾ ആരാന്ന് വെച്ചാൽ അത് ഓടിയിട്ട് ജയിച്ചു, നിങ്ങളുടെ കഴിവനുസരിച്ച് എന്ന് പറഞ്ഞ മാറി. യെസ്. അപ്പൊ നമ്മൾ നമ്മുടെ കഴിവനുസരിച്ച് അങ്ങനെ പറയാം. യെസ്. അപ്പൊ ജിൻസി, ഐ അപ്രീഷിയേറ്റ് യു വൺസ് അഗെയിൻ. യു സ്റ്റാർട്ട്. Thank you, sir. My dear friend, how are you? And your family, how are you and your family? I hope you are all fine. Here we all are fine, and I am very happy to share a happy news from my family. In this 10th exam, my son got full A+, so I am very happy to that. And set a party for our friends and family. You and your family should come and participate of this function. Without fail, yours loving, Jins. യെസ്. വെരി ഗുഡ്. ഓ വെരി ഗുഡ്. മാറ്റർ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. യെസ് ജിൻസി, വെരി ഗുഡ്. വൺസ് അഗെയിൻ ഐ അപ്രീഷിയേറ്റ് യു വെരി മച്ച്. ഓക്കെ. അതിന്റെ സ്റ്റൈൽ പിടികിട്ടിയല്ല. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താം വേണമെങ്കിൽ. അത് ഭാവനയാണ്, ഓരോരുത്തരുടെ ഭാവന. യെസ്. ഓക്കെ. യെസ്. ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ. ചെയ്തോട്ടെ എന്നല്ല, ചെയ്യണമല്ലോ.
ഓക്കെ, അപ്പൊ അടുത്തത് അപ്പൊ ആൻസി അടുത്ത് വരുന്നത്. അപ്പൊ അഞ്ജുവിനെ ഒന്നുകൂടി ആലോചിക്കാനുള്ള സമയം കിട്ടിയേക്കുകയാണ്. ഓക്കെ ആൻസി, റൈറ്റ്. Good morning, sir. My dear friends and family, with this invitation card for you, my son got full marks in SSLC exam. So, in order to that, our family decided to conduct a party in a Srimulam club. The party is on 15/11/2025 4 p.m. 4 p.m. And after that, some games and dances we are conducting. And sir, Yes, continue. Variety of yes, continue. and there is dinner party is also there. Oh, thank you, sir. Okay. ഞാൻ ആൻസിനെ നിൽക്കുകയാണ്. കണ്ട ആൻസി ഇത് വേറൊരു പോയിന്റ് കൂടി കയറി. ഈ പാർട്ടി എവിടെയാണ് നടത്തുന്നതെന്ന് പറഞ്ഞു, ശ്രീമൂലം ക്ലബ്. ആൻഡ് ഇൻ അഡീഷൻ ടു പാർട്ടി ദർ ഈസ് സം ഗെയിംസ് ഫോർ ദ ചിൽഡ്രൻ. കുട്ടികൾക്കുള്ള ചില ഗെയിം. കണ്ട ഇത് ഓരോരുത്തരുടെ ഭാവനയാണ്. അപ്പോ 2 ഐറ്റം ആൻസി ഉൾപ്പെടുത്തി. ഇത് എവിടെയാണ് പാർട്ടി നടക്കുന്നത്, അവിടെ മറ്റു പരിപാടികൾ. ഇതേപോലെ നിങ്ങൾ ചിന്തിക്കേ, വെറൈറ്റി ആയിട്ട് ആരും പറയാത്ത, മോഹൻലാൽ പറഞ്ഞ പോലെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ നിങ്ങൾ കടന്നു പോകും. യെസ് യെസ്. അപ്പോ അങ്ങനെ അദ്ദേഹം പോയി കഴിയുമ്പോ സബിത, ആർ യു റെഡി? അപ്പോ വ്യത്യസ്തവും വിഭിന്നവുമായ ആശയവുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സബിത വരികയാണ്. യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. സബിത, കണ്ടിന്യൂ. My dear friend Sujitra, how are you? I hope this letter find you in good health and happiness. Yes. It has been a long time since I wrote to you. So today I thought of sharing some of my experience. My son got a full A+ in SSLC exam. I am really happy with this achievement. This happiness is shared with my family members and friends. Coming Sunday at Kidakambala Hall, I celebrated the success. So you can also coming this function. Thank you. Thank you. Bye, Sabita. Yours lovingly, Yours lovingly. Sabita. Yes, okay. സബിതയും 1-2 സാധനങ്ങൾക്ക് ആഡ് ചെയ്തു. കാരണം നേരിട്ട് അങ്ങോട്ട് സബിത ക്ഷണിച്ചില്ല. ക്ഷണിക്കുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെയുണ്ട് ആരോഗ്യസ്ഥിതി, സന്തോഷമുള്ള, സുഖമില്ല, ഇതൊക്കെ ചോദിച്ച് പഴയകാല ഓർമ്മകളൊന്ന് റിക്കളക്ട് ചെയ്തതിനു ശേഷമാണ് സബിത എന്ത് ചെയ്തത്, ആ വിഷയത്തിലോട്ട് വന്നു. യെസ്, ദാറ്റ് ഈസ് വെരി ഗുഡ് വെരി ഗുഡ്. അല്ല, നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് ആരും പറയാത്തത്, വേറെ ആരും ഉപയോഗിക്കാത്ത ഇഷ്ടംപോലെ സംഗതികളുണ്ട്. എനിക്ക് വേണമെങ്കിൽ പറയുന്നത് ഇന്നത് പറഞ്ഞൂടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അത് പിന്നെ അത് ഡിലീറ്റ് ആകും. അതുകൊണ്ട് ഞാൻ മിണ്ടാത്തത്. യെസ്, ലാസ്റ്റ് ഞാൻ പറയാം. ഓക്കെ. ഇഷ്ടം പോലെ സംഗതികൾ. യെസ്, ഇഷ്ടം പോലെ സംഗതികൾ. ഹലോ സർ. ഫാത്തിമ, യെസ്, വെരി ഗുഡ്. അപ്പൊ അഞ്ജുവിന് വീണ്ടും സമയം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഓക്കെ. ഞാൻ ഒരുപാടൊന്നുമില്ല, ചെറിയൊരു ഇതായിട്ട് പറയാം. ചെറിയൊരു ക്ഷണം വന്നുണ്ടോ അല്ലേ? ഓക്കെ. ഫാത്തിമ, യു കണ്ടിന്യൂ. My dear friend Shibina, I hope you are doing well. I have some wonderful news to share. Yes. My son has cleared an SSLC exam. Yes. And my heart is happiness, full of pride and happiness. To mark this joyful milestone, we are planning a small celebration at our home. So I truly wish to have you by my side as we celebrate this special day. Your presence has always added to every happy moments of mine. Yes. That's all. Very good. Okay. Last sentence നന്നായിട്ടുണ്ട് ഫാത്തിമ. Yes. To my every happy moments you are added. എന്റെ സന്തോഷകരമായിട്ടുള്ള എല്ലാ നിമിഷങ്ങളിലും നീ കൂടെ ഉണ്ടായിരുന്നു. ഈ സന്തോഷത്തിലും നീ എന്റെ കൂടെ ഉണ്ടാവണം. ഓക്കെ. വെരി ഗുഡ്. യെസ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ അങ്ങനെയല്ല, ചില സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ചില ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ. മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതൊരു ഹാപ്പിനെസ് ആണ്. യെസ്, നിങ്ങളിപ്പോ ഏറ്റവും മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങുന്നതും മേക്കപ്പ്
ഇവര് കാണുമെന്ന് വിചാരിച്ചിട്ടല്ലേ? ഇത്രയും ഭംഗിയായിട്ടൊക്കെ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി റെഡി ആയിട്ട് വീണ്ടും നിങ്ങൾക്ക് വൈകുന്നേരം വരുമ്പോൾ ഭർത്താവ് അത് മൈൻഡ് ചെയ്തില്ലാതെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമം ആലോചിച്ച് നോക്കി. യെസ്, മനോഹരമായിട്ട് നന്നായിട്ട് നിങ്ങൾ കറിയൊക്കെ വെച്ചിട്ട് ആ കറി കഴിച്ചിട്ട് ഒരു കമന്റും പറയാണ്ട് എഴുതിട്ട് പോകുമ്പോഴാണ് വിഷമം നിങ്ങൾ ആലോചിച്ച് നോക്കി. യെസ്, നന്നായിട്ടുണ്ട് എന്നൊന്ന് പറയുമ്പോഴുണ്ടാകുന്ന നിങ്ങളുടെ വരുത്തി വരുന്ന ഒരു സന്തോഷം, ഒരു കോംപ്ലിമെന്റ്. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഒരു കുട്ടിയിൽ അല്ലെങ്കിൽ കാണുമ്പോൾ അപ്പായിട്ട് എന്ത് ചെയ്യണം? ഒരു കോംപ്ലിമെന്റ് കൊടുത്തേ. യെസ്, കൊള്ളാം എന്നാണ്. യെസ്, ചിലപ്പോൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ടാവില്ല, എന്നാലും അവനെ നമുക്ക് കൈ പിടിച്ചത് കയറ്റിക്കൊണ്ട് വരാനുള്ളതാണ്. അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, സ്നേഹിക്കുക എന്നുള്ളതല്ല, സ്നേഹിക്കപ്പെടുക എന്നുള്ളതും കൂടി എന്ന് പറഞ്ഞ പോലെ നമുക്ക് മാത്രം why are you late? Come on. Yes. എഴുതിക്കൊണ്ടിരിക്കുകയാണ് സർ. Yes. No. പറയട്ടെ സർ. My dear friend Srahana, hello my dear friend. I am very delighted and thrilled to inform you that my son secured full marks in 10th class. So that to celebrate his success, our family decided to conduct a party in Plaza Auditorium at 5 p.m. After party, there is a DJ night to extend the celebration after the dinner also. I heartily invite you and your family to give presents and encourage my son. Yes. Okay. Very good. അപ്പൊ ആൾസോ ഇതിനകത്ത് ഒരു DJ പാർട്ടി കൊണ്ടുവന്നു അല്ലേ? വന്ന് കഴിഞ്ഞപ്പോ നമ്മുടെ ആൻസി അതിൻ്റെ അകത്ത് ഗെയിംസ് കൊണ്ടുവന്നപ്പോ ഗെയിംസ് ഒന്ന് മാറ്റിയിട്ട് അവർ എന്ത് ചെയ്തു? അതൊരു DJ പാർട്ടി ആയിട്ട് അത് മാറ്റി. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ചിന്തിച്ചോ? ഞാൻ പറയട്ടെ. ആരതി, ആരതി 1 മിനിറ്റ്. നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടാണ് നിങ്ങൾ കത്തെഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. നിങ്ങളുടെ സുഹൃത്ത് കോളേജിൽ തകർത്തവരാണ്. ഇപ്പൊ രണ്ട് സ്ഥലത്താണെന്നേ ഉള്ളൂ. യെസ്, ഓക്കെ. അപ്പൊ ഒരു ഗെറ്റ് ടുഗദർ കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച്. അപ്പൊ അതൊക്കെ അവിടെ ഉൾപ്പെടുത്തിക്കോ. യെസ്, ഓക്കെ. ഞാൻ അതാണ് ഒന്നും പറയാതെ വെറുതെ വിട്ടു തന്നത്. ഓക്കെ, യു സ്റ്റാർട്ട്. My dear friend Reshma, my son got 92% mark in his 10th board exam. So I have decided to have a small party. You and your family should come. The party is at home. This party is for his happiness. Thank you. Yes, very good. Yes. അപ്പോ നമ്മുടെ നേരത്തെ കിഴക്കമ്പലത്ത് പരിപാടി നടത്തുമെന്ന് പറഞ്ഞു, ശ്രീമൂലം ക്ലബിൽ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആരതി എന്ന് മാറ്റി പിടിച്ചു. The party is conducted at home. വീട്ടിലാണ് ഫംഗ്ഷൻ. Yes, മാറ്റി പിടിച്ചു. Very good. Okay, Jeena. Okay, Jeena. Okay. My dear Anita, how are you? I am fine here. I am writing this letter personally invite you and your family members on the auspicious occasion of the party to got my daughter Anu full A+ in SSLC exam. The program will begin at 4 p.m. in 20th December 2025. And also I invite our old gang, 5 Fingers. They all are joining with us. So let's enjoy our party and recollect our old memories. And also our friendship will remaining through our children's also. So hoping to meet with all of you at the party. Yours lovingly, Jeena. Oh, very good, Jeena. Very good. അല്ല, ജയില പോയ വഴി നോക്കി കുറച്ചും കൂടിയൊക്കെ ഡീപ്പായിട്ട് പോയി. നമുക്ക് ഒന്ന് കാണുമ്പോഴാണ് വേറൊന്നും ഓർമ്മ വരുള്ളൂ. അപ്പൊ ജയില പറഞ്ഞു, കറക്റ്റ് ജയില പറഞ്ഞു എപ്പോഴാണ് പാർട്ടി ആരംഭിക്കുന്നത്, ഏത് ദിവസമാണ്, ഏത് മാസമാണ് അല്ലെ? സോ ദ പാർട്ടി ഈസ് ഗോയിങ് അറ്റ് സ്റ്റാർട്ടിങ് അറ്റ് 4 p.m. 12th ഡിസംബർ 12th എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ സുഹൃത്തിനെ മാത്രമല്ല, പഴയ ഒരു 4 Fingers എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ പഴയ ഒരു ഗ്യാങ്ങില്ലേ, ആ ഗ്യാങ്ങിനെ വിളിച്ചു നമ്മുടെ ഓർമ്മകൾ നമ്മുടെ കുട്ടികളിലൂടെ നിലനിർത്താൻ പറഞ്ഞു. യെസ്, ഓക്കെ ജീന, വെരി ഗുഡ്. ഞാൻ അതാണ് കിട്ടുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ആഡ് ചെയ്തോ. യെസ് ഉണ്ട്, ഓരോരുത്തരും ഇങ്ങനെ ചെയ്ത് തരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ വരും. ഓ യെസ്, അവളത് പറഞ്ഞെങ്കിലും ഞാൻ ഈ രീതിയിൽ അവതരിപ്പിക്കും. യെസ്, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. യെസ്, നിങ്ങൾ ചിന്തിച്ചോളൂ. ഓക്കെ ജീന, വെരി ഗുഡ്. ഒക്കേഷൻ ഒക്കെ വെരി ഗുഡ്. അത് ഇൻവിറ്റേഷൻ കാർഡില് പ്രധാനമായിട്ട് വരുന്ന ചില വാക്കുകളൊക്കെ. വെരി ഗുഡ്. ഓക്കെ,
നല്ല നല്ല വാക്കുകളൊക്കെ ചെയ്യാൻ ഉപയോഗിച്ചു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, കീപ് ഇറ്റ്. യെസ്, Thank you, sir. ഓക്കെ. ഞാൻ പറയട്ടെ. ഓക്കെ, അനു പറഞ്ഞോളൂ. അനു. My dear Swapna, how are you? It's long time we speak each other. I was busy with my work. How's your little one? Yes. As you know, my son got full A+ in SSLC. We are planning to celebrate this beautiful moment like a small gathering. Yes. I'm planning to conduct the function on 14 November, coming Thursday, around 5 p.m. at APJ Hall, Kalur. We have arranged the function at APJ so that everyone can access the place by metro or road. Yes. Also, a large parking facility is available there. Let's celebrate this event and make a memorable day in our life. I heartily invite you and your family for the function. Yours lovingly, Anu. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല അച്ചടി ഭാഷയിലാണ് അനു പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, നല്ല കാര്യങ്ങളൊക്കെ അത് ഉൾപ്പെടുത്തി. നേരിട്ട് ക്ഷണിക്കുന്നതിന് മുമ്പേ തന്നെ ഫ്രണ്ടിന്റെ കുട്ടിയെ കുറിച്ച് ചോദിച്ചു അല്ലെ? ഹൗ ഈസ് യുവർ ലിറ്റിൽ വൺ? ഓക്കെ, 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 ഓക്കെ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അനു, കീപ് ഇറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ അനു നടത്തുന്ന പരിപാടി ചെറിയ പരിപാടിയായിട്ടല്ല, വലിയ പരിപാടിയായിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള നല്ല സ്ഥലത്തേക്ക് അനു ഫംഗ്ഷൻ മാറ്റിയത്, വരാനുള്ള ആക്സസും കൂടി റെഡിയാക്കിയത്. യെസ്, ഓക്കെ, 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 വെരി ഗുഡ് അനു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, യെസ്, ഹു ഈസ് നെക്സ്റ്റ്? പറഞ്ഞോട്ടെ. ഓക്കെ, ഓക്കെ, ധൈര്യത്തിൽ പറയൂ അഞ്ജു. യെസ്, ഞാൻ പറയാം, അങ്ങനെ പറഞ്ഞോളൂ അഞ്ജു. Dear friend, I hope you remember me in your busy life. Yes. What about your family and children? I would like to let you know that my son got full A+ in this SSLC exam. It was absolutely a happy moment for me. Yes. I am not at all expecting this. Yes. So we are arranging a function for him. And I am inviting you for a celebration conducted on the coming 12th November 2025, 3 p.m. at our own house. You and your family must attend the function. I will expect you from the very morning itself. And it will also be a moment for both of us to meet and share our old memories. Yes. Yours loving, Anju. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് അഞ്ജു. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞ പോലെ അഞ്ജു പല കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി. യെസ്, ആരും പറയാത്ത കാര്യം അഞ്ജു പറഞ്ഞു. ഐ നെവർ എക്സ്പെക്ടഡ് സച്ച് സക്സസ് ഫ്രം മൈ സൺ. ഞാൻ എന്റെ മകനിൽ നിന്ന് അങ്ങനെ ഒരു സംഗതി പ്രതീക്ഷിച്ചില്ല. യെസ്, ആരും പറയാതെ ഒരു കാര്യമാണ് അഞ്ജു. അപ്പൊ അഞ്ജുവിന് അറിയാം, അഞ്ജുവിന്റെ മകന്റെ IQ ലെവലും റേഞ്ചും അറിയാം. അപ്പൊ അതിൽ നിന്ന് അവൻ ഇത്രയും വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ആരും പറയാതെ എന്നൊരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ വേറെ മൈക്കിളൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോ അഞ്ജു പറഞ്ഞപ്പോ ഐ എക്സ്പെക്ട് യു ഫ്രം ദ മോർണിംഗ് ഇറ്റ്സെൽഫ്. രാവിലെ മുതൽ ഞാൻ തന്നെ പ്രതീക്ഷിക്കും. യെസ്, ഓക്കെ, അതും ഒരു വെറൈറ്റി ആയിട്ടൊരു സംഗതി കൊണ്ട് ആഡ് ചെയ്തു. ഓക്കെ അഞ്ജു, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. സർ ഞാൻ പറയട്ടെ. ഓക്കെ എന്ന് പറഞ്ഞോളൂ. My dear friend Savita, how are you? And everyone in your family do well. I want to share some happy news and send it as an invitation card. My son got full A+ in SSLC exam. This is very precious moment in my life. We are planning a small celebration at Houseboat on 21/12/2025. I am very happy that I got the opportunity to see you after so many years. Yes. You and your family must surely come to the party. With loving, Namrata. യെസ്, ഓക്കെ, 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 ഓക്കെ. യെസ്, അതിനകത്ത് നർമ്മിത വേറൊരു കാര്യം കൂടി ആഡ് ചെയ്തു. നിന്നെ കാണുക എന്നുള്ളത് ആഫ്റ്റർ എ ലോങ് ടൈം. ഐ വാണ്ട് ടു സീ യു. യെസ്, ഓക്കെ, നർമ്മിത നല്ല അച്ചടി ഭാഷയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇനി ആരാണ്? സാറേ ഞാൻ പറയട്ടെ. യെസ്, ശ്രുതി എന്താ വരാത്തത് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു ശ്രുതി. സാറേ ഞാൻ പറയുന്ന തെറ്റുണ്ടാവും, ക്ഷമിക്കണം. അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് അതങ്ങനെ വിട്ടേര്. യു ആർ എ ടീച്ചർ, ഡോണ്ട് വറി. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട. യെസ്,
ഇതിപ്പോ നിങ്ങൾ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ പറഞ്ഞാലും വേണ്ട കുട്ടികളെ അതേ പഠിക്കുള്ളൂ അല്ലേ? അതിന് വേണ്ടി പറഞ്ഞു അതിനെ കുറിച്ച് നമ്മൾ പരിശീലനം കളഞ്ഞല്ലേ. റിഹേഴ്സലൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് തെറ്റ്. റിഹേഴ്സൽ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ നോക്കിക്കോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് തന്നെ ഒന്ന് മാറ്റി വേറെ രീതിയിൽ നിങ്ങൾ വേറെ സ്ഥലത്ത് അവതരിപ്പിക്കും. അപ്പൊ നേരത്തെ മനസ്സിലോർത്തേക്കണം, ഇത് ഞങ്ങളുടെ പഴയ ഇംഗ്ലീഷ് സാറ് ജോബ് സാറ് പറഞ്ഞ ടെക്നിക്കാണ്, ഞാൻ അതൊന്ന് മാറ്റിയിട്ട് വേറെ രീതിയിലാക്കി. യെസ്, അങ്ങനെ പറയാം, മോഡിഫൈ ചെയ്ത്. യെസ്, ഓക്കെ, ശ്രുതി, യു കണ്ടിന്യൂ. My dear friend, how are you? My dear friends, your family. I am also fine. I am happy to proud to my son. My son SLC full exam, full A plus. Party is my home. It is more function. Welcome. My home is your. Also welcome my family. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി. സംഗതി ശ്രുതി നമുക്ക് ടൈം പിടിക്കിട്ടിട്ടുണ്ട്, ഞങ്ങൾ എന്തായാലും വന്നിരിക്കും, ഡോണ്ട് വറി. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ശ്രുതി, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഞാനാണ് വിദ്യ, ഹരിത, പ്രവീണ എന്താണ് ഇങ്ങനെ മാറി നിൽക്കണേ? അല്ലൂസേ? യെസ്, ഞാൻ എനിപ്പടി ഞാൻ ആരെ നിർബന്ധിക്കും? സോമരസ വരുന്നത് പോരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. യെസ്, അപ്പോ നിങ്ങളൊന്നുകൂടി ആലോചിച്ചോട്ടെ, ഇതിനിടയ്ക്ക് നമുക്ക് പറയാം. യെസ്, അപ്പൊ ഞാൻ ആദ്യമായിട്ട് എല്ലാവരും അഭിനന്ദിക്കുകയാണ്. യെസ്, ജിൻസിയുടെ ഐശ്വര്യം നല്ലതായിരുന്നു. ജിൻസി തുടങ്ങി വെച്ചിട്ട് വലിയ കുഴപ്പമില്ല. ജിൻസി പറഞ്ഞു, ആൻസി പറഞ്ഞു, സബിത പറഞ്ഞു, ഫാത്തിമ പറഞ്ഞു, ആർസു, ആരതി, ജീന, അനു, അഞ്ജു, നർമിത, സുധി MS MB പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും കുറെ വെറൈറ്റി പോയിന്റുകളൊക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് പ്രതീക്ഷിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആരെങ്കിലും ഒരാൾ മൈ സൺ ഗോട്ട്, മൈ ഡോട്ടർ ഗോട്ട്, ആ സണ്ണിന്റെ പേര് ആരെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. ആരെങ്കിലും മൈ സൺ രമേശ് ഗോട്ട് ഫുൾ A plus. രമേശ്, നിനക്കറിയാലോ രമേശ്, ഹീസ് എ നോട്ടി ബോയ്, അവനൊരു ഹൃദയമുണ്ട്. പക്ഷെ ഐ നെവർ എക്സ്പെക്ടഡ് സച്ച് എ വിക്ടറി. ഞാൻ പറഞ്ഞു മൈ ഡോട്ടർ അനു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അത് ഞാൻ എന്റെ ശ്രദ്ധയിൽ വന്നില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അത് ഉൾപ്പെടുത്താമായിരുന്നു. അതാണ് ഞാൻ കണ്ട ഒരു സംഗതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അത് വേറൊരു കാര്യം കൂടി ചോദിക്കാമായിരുന്നു. അതായത് എനിക്ക് ഇനി ഇവനെ എങ്ങോട്ട് വിടാനാണ് താല്പര്യം എന്നുള്ള കാര്യം നമുക്കൊന്ന് പറയാം. മൈ എക്സ്പെക്ടേഷൻ, മൈ ഡ്രീം അബൌട്ട് ഹിം, എനിക്ക് എന്റെ മകനെ കുറിച്ചുള്ള പ്രതീക്ഷ ടു മേക്ക് ഹിം എ ഡോക്ടർ, ഒരു ഡോക്ടർ ആക്കണം എന്നാണ്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത സാധനം എടുത്തിടാം. യു നോ മൈ ഫിനാൻഷ്യൽ കണ്ടീഷൻ, എന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ നിനക്ക് അറിയാലോ. യെസ്, ഐ വാണ്ട് എ ഫിനാൻഷ്യൽ ഹെൽപ്പ് ഫ്രം യു. ഇതൊക്കെ നമ്മൾ സാധ്യതകളുടെ നിന്നിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് എനിക്ക് വേണം. അതല്ലെങ്കിൽ ഐ നോ യുവർ ഹസ്ബൻഡ് ഇസ് എ ബാങ്ക് മാനേജർ, സോ ആസ്ക് ഹിം അബൌട്ട് എൻ എഡ്യൂക്കേഷൻ ലോൺ, അത് പ്രൊസീജിയർ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. നമ്മൾ അതൊക്കെ പറയുന്നത്. എനിക്ക് ഡോക്ടർ ആക്കണം എന്റെ മകനെ, നിന്റെ ഭർത്താവ് ഒരു ബാങ്ക് മാനേജർ ആയതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് നീ ഒന്ന് എന്നോട് പറയണം, നിന്റെ ഹെൽപ്പ് എനിക്ക് വേണം. അതല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം. ഐ വാണ്ട് ടു മേക്ക് മൈ സൺ എ ഡോക്ടർ and your daughter is studying for MBBS, so tell the details, which college, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാല്ലേ. യെസ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. വേറെ പ്രതീക്ഷിച്ചത്, പിന്നെ ഞാൻ പ്രതീക്ഷിച്ചത്, നേരത്തെ ഇവിടെ നെവർ എക്സ്പെക്ടഡ് എന്ന് പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് മൈ ഹസ്ബൻഡ് ഗേവ് ഹിം എ ബ്യൂട്ടിഫുൾ പ്രസന്റ്, ഒരു നല്ലൊരു സമ്മാനം ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സമ്മാനം എന്താണെന്ന് പറയാം. ഐ ആൾസോ ബോട്ട് എ ന്യൂ ലാപ്ടോപ്പ് ഫോർ ഹിം, ഞാനും ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഐ വിൽ പ്രസന്റ് ഇറ്റ് ഫോർ ദ ഫംഗ്ഷൻ, ആ ഫംഗ്ഷനിൽ വെച്ച് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. യെസ്, അങ്ങനെയുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു. യെസ്, അപ്പൊ അങ്ങനെ അല്ല, ഞാൻ അതാണ് ഒന്നും പറയാതിട്ട് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ നിങ്ങൾ വിട്ടു തന്നത്. ഓക്കെ, എന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഭാവന അനുസരിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ
വെരി ഗുഡ്. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്താനേ. അപ്പൊ ഇതൊരു ടെസ്റ്റഡ് ഓഫ് ആണ്. അപ്പോ ഇനിയും ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ആഡ് ചെയ്തു പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അങ്ങനെ കൈവിട്ട് ചേർത്തേക്കണം. യെസ്, ഓക്കെ. യെസ്, അപ്പൊ വൺസ് അഗെയിൻ എല്ലാവരെയും ജിൻസി, ആൻസി, സബിത, ഫാത്തിമ, ആർസു, ആനന്ദി, ജീന, അനു, അൻഷു, നർമിത ആൻഡ് സുധി എം പി എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. യെസ്, ഇനി ആർക്കാ പറയാനുള്ളത്? ഉള്ളില് ഞാനും കൂടി ഇതിൻ്റെ അകത്തൊന്ന് പങ്കുചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആരവിടെ? പ്രവീണ രാജ്, വിദ്യ ജോബി, യെസ്, ഐഷ, യെസ്, ഇനി അല്ലൂസ്, യെസ്. പറഞ്ഞ തെറ്റിപ്പോകും എന്നുള്ള ചിന്തകൾ വിട്ടേക്ക്. ഇത്രയും പേര് ധൈര്യം കാണിച്ചില്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഓക്കെ, ഇതാണ് ഇപ്പൊ നമ്മള് നിങ്ങളുടെ ഒരു ലെവൽ ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങളൊക്കെ ജീവിതത്തിലൊക്കെ വിജയിക്കണം. തൽക്കാലത്ത് നിങ്ങൾക്ക് പിടിച്ചിട്ടാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലുണ്ട്. യെസ്, കുറച്ച് ധൈര്യം കൂടി ഒന്ന് കാണിച്ചാൽ മതി. യെസ്, ഓക്കെ. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു ഇനി നമ്മള് ആരും തുടങ്ങി കഴിഞ്ഞാൽ അത് അവസാനിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ 2-3 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. യെസ്, ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ട് ഇതിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞേക്കണേ. ഓപ്പോസിറ്റ് ഓഫ് സക്സസ് ചോദിച്ചാണോ? ഫെയിലിയർ. ഞാൻ ചോദിച്ചാണ് നേരത്തെ ഇതിനു മുമ്പ് ഇത് ചോദിച്ചില്ല. ഓക്കെ. സംഗതി കറക്റ്റ് ആണ്. യെസ്, ഓക്കെ. അപ്പോ ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, ഫെയിലിയർ ആണ്. അപ്പൊ അത് വിട്ടു. അത് ഞാൻ ഒരു ടെസ്റ്റ് ഡോസ് ഇട്ടാന്ന് വിചാരിച്ചാൽ മതി. യെസ്, അപ്പോ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരം പറയുന്നു. ആദ്യം പറയുന്ന 3 പേരെ ഞാൻ പരിഗണിക്കുന്നു. യെസ്, ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ചോദ്യത്തില് എല്ലാ ഉത്തരത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ എഫ് എന്നാണ്. എഫിൽ ആരംഭിക്കണം. ഫാദർ എഫിൽ ആരംഭിക്കണം. യെസ്, അപ്പൊ ഞാൻ ആദർശമായിട്ട് സക്സസ് പറയുമ്പോൾ സക്സസിന്റെ ഓപ്പോസിറ്റ് ഫെയിലിയർ. യെസ്, ഓക്കെ. ഞാനിവിടെ ഇംഗ്ലീഷിൽ ഒരു മീനിങ് പറയാം. അതിന്റെ 1 വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. എഫിൽ തുടങ്ങുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്. ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്ത് ഫെയ്ത്ത് വിശ്വാസമാണ്. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. ഫ്രണ്ട്ലി അല്ല നിർമ്മിത. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. വേറെ വീട് എന്തായാലും അത് അറിയാൻ വേണ്ടിയിട്ടാണ്. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. യെസ്, ഹരിത, യു ആർ റൈറ്റ്. ഹരിത കൂടെ ആരുമില്ലേ? ഹരിത, നർമ്മിത. യെസ്, ഹരിത, നർമ്മിത, ആൻസി അല്ലേ? അതെ, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലേ ഹരിത, നർമ്മിത, പിന്നെ ആൻസി ആയിട്ടല്ലേ? യെസ്, ഞാൻ പറയുന്ന പേരുകളില് വ്യത്യാസം ഉണ്ടെങ്കിൽ പറയുന്ന പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലേ അപ്പൊ വേറെ ആൾക്കാർ കേൾക്കൂല. അപ്പൊ ഫസ്റ്റ് 2, 3 എടുക്കാനായിട്ട് എളുപ്പമാണ്. യെസ്, അത് വെരി സിമ്പിൾ ആണ്. അനദർ വേർഡ് ഫോർ മൂവി. സിമ്പിൾ അല്ലേ? നർമ്മിത, ആൻസി, അനു. യെസ്, കറക്റ്റ് ആണ്. ഫിലിമാണ്. ഫിലിം. ഓക്കെ. അടുത്തത് ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് 1 വേർഡ് പറയാം. മെയിൽ, MALE, മെയിൽ പാരന്റ്. മെയിൽ പാരന്റ്. നർമ്മിത, ആർസു, ജീന. നർമ്മിത, ആർസു ആൻഡ് ജീന. ഇത് എഴുതാനായിട്ട് നമ്മൾ ആരെങ്കിലും ഏൽപ്പിക്കണ്ടായിരുന്നത്. യെസ്, ഓക്കെ. അടുത്തത്
ഓപ്പോസിറ്റ് ഓഫ് റിയൽ, റിയൽ എന്നുള്ളൊരു ഓപ്പോസിറ്റ്. യെസ്, പ്രവീണ രാജ് നർമ്മിതക്ക് മുമ്പ് ആരായിരുന്നു? പ്രവീണ, നർമ്മിത, അതിന് മുമ്പ് ഒരാൾ കൂടി ഉണ്ടായിരുന്നില്ല? ഹരിത സർ. ഹരിതയാണോ? യെസ്, ഓക്കെ. ഹരിത, ഒന്ന് ശ്രദ്ധിച്ചോളണേ ഞാൻ പറയുന്ന പേര്. യെസ്. അടുത്തത് ഞാൻ പറയുന്നത് ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ്. അതിൻ്റെ ഒരു 1 വേർഡ് നിങ്ങൾ പറയുക. ചോദ്യം ഇതാണ്, വെരി ഹംഗ്രി. വെരി ഹംഗ്രി എന്നർത്ഥം വരുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്. എഫിൽ തുടങ്ങുന്നത്. വെരി ഹംഗ്രി. നോക്കട്ടെ, കറക്റ്റ് വേർഡ് സ്പെല്ലിംഗ് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. ആൾസോ. ഓക്കെ. യെസ്. ആർസു, അനു, ജീന. ആർസു, അനു, ജീന. കറക്റ്റ് ആൻസർ ആണ് ഫാമിഷ്ഡ് എന്നാണ്. FAMISHED, ഫാമിഷ്ഡ്. യെസ്. അടുത്തതും ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 1 വേർഡ് പറയാം. യെസ്. മീനിങ് ഇതാണ്, നോൺ, KNOWN, നോൺ. Known to many people. Arsu, Anju, Ansi. Arsu, Anju തന്നെ വന്നിട്ടില്ല അല്ലേ? അഞ്ജു, ആർസു, അഞ്ജു, പിന്നെ ഒരാൾ കൂടി പറഞ്ഞാലേ പേര്. ആർസു, അഞ്ജു കഴിഞ്ഞിട്ട് Ansi. Yes. Yes. Very good. Yes. Okay. Yes. അടുത്തത് ആലോചിച്ച് കണ്ടുപിടിക്കുക കേട്ടോ. ചോദ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. എക്സ്പ്ലനേഷൻ പറയണേ. എ മാർക്ക്, MARK, മാർക്ക്, മെയ്ഡ് ബൈ ഫിംഗർ. എ മാർക്ക് മെയ്ഡ് ബൈ ഫിംഗർ. നർമ്മിത, സബിത, ജീന. നർമ്മിത, സബിത നേരത്തെ വന്നിട്ടുണ്ടായ? ഇല്ല അല്ലെ? സബിത ആൻഡ് ജീന. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ജീന. ഓക്കെ. ശരി, കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ഫിംഗർ പ്രിന്റ്. യെസ്. അടുത്ത ചോദ്യം. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമുണ്ടല്ലോ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു എല്ലാ വേർഡിന്റെയും ഉത്തരം ആരംഭിക്കുന്നത് F എന്ന് പറയുന്ന അക്ഷരത്തിലാണ്. ഇപ്പൊ ഞാനത് മാറ്റി. അടുത്ത് ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന്റെ ആൻസർ ഫസ്റ്റ് ലെറ്റർ H എന്നായിരിക്കും. എന്താണ്? H കഴിഞ്ഞതിന് ശേഷം വരുന്ന ലെറ്റർ O എന്നാണ്. O. പിന്നെ ബാക്കിയുള്ള സ്പെല്ലിംഗ് എന്ത് ചെയ്യാം? ഫസ്റ്റ് ലെറ്റർ H, ഹണി. രണ്ടാമത്തെ ലെറ്റർ O, ഓറഞ്ച്. പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ചോദ്യം ഇതാണ്, ഓപ്പോസിറ്റ് ഓഫ് ഗസ്റ്റ്, GUST, ഗസ്റ്റ്. ആർസു, ജീന, പ്രവീണ. ആർസു, ജീന, പ്രവീണ. കറക്റ്റ് ആണ്. ഹോസ്റ്റ് ആണ്, അതിഥി എന്നുള്ളത് ഓപ്പോസിറ്റ് ആതിഥേയൻ അല്ലേ? അപ്പൊ ഹോസ്റ്റ് ആണ്. കറക്റ്റ് ആൻസർ. അടുത്തത് ഇംഗ്ലീഷ് മീനിങ് അല്ല, ഒരു പഠനശാലയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എന്താണെന്ന് പറയാൻ മതി. ദ സ്റ്റഡി ഓഫ് കൾട്ടിവേറ്റിംഗ് ഗാർഡൻസ്. ദ സ്റ്റഡി ഓഫ് കൾട്ടിവേറ്റിംഗ് ഗാർഡൻസ് അങ്ങനെ പറയുന്നത് വേർഡ് H ആരംഭിക്കുന്നത്. യെസ്. നർമ്മിത, വിദ്യ, രണ്ടുപേരുള്ളൂ അല്ലെ? നർമ്മിത, വിദ്യ. അടുത്ത വന്നതാരായിരുന്നു? നർമ്മിത, വിദ്യ. ഒരാളുകൂടി ഉണ്ടായില്ല അവരുടെ അടിയില്? ഹോർട്ടിക്കൾച്ചർ. ആരായിരുന്നു നർമ്മിത, വിദ്യ കൂടേണ്ട വന്നത്?
ആരതിയാണ്. ആരതി എന്ന് സാർ. ആരതി. ഓക്കെ. യെസ്, കറക്റ്റ് ആണ്. യെസ്, ഹോർട്ടിക്കൾച്ചർ. യെസ്. അടുത്തത് ഒരു സിമ്പിൾ ചോദ്യം, നിങ്ങൾക്ക് അറിയാമോ നോക്കട്ടെ. ഹൗ ഡസ് എ Santa means Santa Claus. How does a Santa laugh? How does a Santa laugh? Oh, ഒരു ഇഞ്ചിന് മാറിപ്പോയല്ലോ അനു. യെസ് അനു. യെസ്, ഓക്കെ. ആരൊക്കെയായിരുന്നു? ഞാൻ ഒരു ഇഞ്ചിന് മാറിപ്പോയെന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും എന്റെ കയ്യിൽ നിന്ന് പോയി. സംഗതി ഇതാണ്, ഹോ ഹോ ഹോ, എച്ചോ ഹോ 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 എന്നാണ്. ആരൊക്കെയായിരുന്നു കറക്റ്റ് വന്നത് അനു? 3 പേര്. ഒന്ന് ആർസു, പിന്നെ അഞ്ജു ആൻസി. ആൻസി നേരത്തെ വന്നതല്ലേ? ആൻസി. യെസ്, ഓക്കെ. യെസ്. അടുത്തൊരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം ചോദ്യങ്ങൾ ഇനിയുണ്ട്, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ചോദിച്ചോളാം. സിമ്പിൾ ചോദ്യമാണ്. എ പീരീഡ് ഓഫ് പീരീഡ് ഓഫ് 60 minutes is called dash. Vidya, Narmida, Harida. Vidya, Narmida and Harida. Yes, okay. അപ്പൊ ഞാൻ ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഞാൻ നിങ്ങൾക്ക് ലഭിച്ച പോയിന്റുകൾ പറയാം. ഒരു പോയിന്റ് ഒക്കെ അങ്ങനെ കണക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. സബിത 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആരതി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രവീണ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. വിദ്യ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അഞ്ജു 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അനു 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഹരിത 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ ആൻസി 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജീനക്കും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ ആൻസിയും ജീനയുമാണ് വെങ്കല മെഡൽ ജേതാക്കളായിട്ടുള്ളത്. ഇനി അടുത്തത് ആർസുവിന് 5 പോയിന്റ് കിട്ടി, 2ാം സ്ഥാനം റണ്ണർ അപ്പ് ആയിട്ടുണ്ട്. യെസ്, ആർസു. യെസ്. നർമിതക്ക് 7 പോയിന്റ് കിട്ടി, 1ാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആരെയും എന്താ പറയാ മോശക്കാരാക്കുന്നില്ല. ചിലപ്പോൾ ടൈപ്പ് ചെയ്യാൻ വേഗത കുറവുകൊണ്ട് എത്താൻ പറ്റാണ്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. യെസ്, പഴയ ഒരു വാക്കുണ്ടായിരുന്നു നമ്മൾ തമ്മിൽ, എല്ലാ ദിവസവും ഓരോ പുതിയ വാക്ക് വെച്ച് നമുക്ക് പഠിക്കാനുള്ള ഒരു വാക്ക്. ഏറ്റവും ആദ്യം അന്ന് തമ്പക്കിട്ട് ഓർക്കുന്നുണ്ട്. യെസ്, തകർപ്പ് ഞാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അങ്ങനെ പുതിയ വാക്ക് പഠിച്ചതിൽ ഏതെങ്കിലും ഇതൊരെണ്ണം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചാണ്. സോ we will meet in the next class. So very active your cooperation and very good. Keep it up. We will meet in the next class. Okay. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay.